പോകാവേ ഇവിടുന്ന്. നേരത്തെ അങ്ങനെ സമയാസമയത്തിന് കാപ്പി എങ്ങനെ കിട്ടും? 2 ബന്ധുക്കൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഗ്ലാസ് കാപ്പി പോലും കിട്ടുന്നില്ല. ആരെങ്കിലും ഉണ്ടോ ഒരു ഗ്ലാസ് കാപ്പി തരാൻ? ആരുമില്ല ഇവിടെ ഒന്നും. ആ വരുന്നു. ഓ ഞാൻ കാപ്പി ചോദിച്ചു നിനക്ക് വലിയ ഓക്കാനമായി പോയി കാണുമായിരിക്കും. അതല്ല അമ്മാവ, മുഖത്ത് നോക്കി സംസാരിക്കും. അമ്മാന്റെ മുഖത്ത് നോക്കിയില്ലേ ഇങ്ങോട്ട് നോക്കി സംസാരിക്കും. അമ്മാവനെ എനിക്ക് കാണാം. ഓ കൺഫ്യൂഷൻ മോള് പറഞ്ഞോ. അമ്മാവ വിശേഷമുണ്ട്. എന്നാണ്ട് പിന്നെ വിശേഷമൊക്കെ സുഖമാണോ? അയ്യോ അതല്ല അമ്മാവ, ഞാനേ ഗർഭിണിയാ. കുഞ്ഞിക്കാല് വരാൻ പോവാ. സന്തോഷിക്ക നീ ഒരു കുഞ്ഞിക്കാലി കാണാൻ പോന്നടാ. നീ കട്ടലാകാൻ പോന്ന എന്റെ കൂട്ടുകാരെ വിളിച്ചു. നിങ്ങൾ എത്ര പെട്ടെന്ന് പറഞ്ഞോ. ഞാൻ പറയാം, വന്നിട്ട് പറയാം കാര്യങ്ങളൊക്കെ. തന്നെ കാണിക്കാനാണ് സന്തോഷം കൊണ്ടേട്ടാ. നിന്റെ ഒരു സന്തോഷം. നീ ഒരു പെണ്ണല്ലേ, അതിങ്ങനെ പ്രസവിക്കാത്ത നിന്നോട് ഇതൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? ചേച്ചി ഇങ്ങനെ പിടിച്ചപ്പോഴേ എനിക്കങ്ങ് അറിയാതെ തല കറങ്ങി പോയതാ. അത് സാരില്ല കേട്ടോ, അവരുടെ ബുദ്ധി അത്ര ഉള്ളു കൂട്ടിയാ മതി. നോക്ക് എന്നെ വേണ്ടേനാ? അയ്യോ എനിക്ക് 5 സാരി വേണേ, പിന്നെ 5 ചുരിദാർ വേണേ, അതും മേടിച്ചാലോ. പിന്നെ 5 ടോപ്പ് വേണം, അത് മേടിച്ചാലോ. 5 ലെഗിൻസ് വേണം, അത് മേടിച്ചാലോ. 5 പാവാട വേണം, പിന്നെ 5 വേണ്ട ബാക്കിയൊക്കെ ചേട്ടൻ കൈ നിട്ട് മേടിച്ചോന്നോളൂ കേട്ടോ. അതല്ല 5 കുഞ്ഞുടുപ്പും കൂടെ വേണോന്ന്. അയ്യോടാ കുഞ്ഞുടുപ്പാണോ? 5 അല്ലല്ലോ 10 ഉടുപ്പ് മേടിച്ചാലോ. എന്നോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്. അതെ ഞാനേ ഗർഭിണിയാ. അവളെ പാവല്ല അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്നെ പ്രശ്നം എന്റെ ഭാര്യ ഗർഭിണിയാന്ന്. ഞാൻ ബേക്കറി പോയിട്ട് കുറച്ച് ലഡു നീ ഇവിടെ പോയിട്ട് സാധനം എടുത്തോണ്ട് വേഗം ചക്കരെ. പിന്നെ ചേട്ടാ എനിക്കാണെങ്കിൽ വേറെ എന്തൊക്കെ മേടിച്ചു വരും ചേട്ടൻ? മോക്ക് എന്ത് വേണേലും ചേട്ടൻ മേടിച്ചു തരാട്ടോ. നീ വിടുന്നേ എന്നാടി ബിന്ദു? അയ്യോ ചേച്ചി ഛർദിക്കുന്നു. എന്നാടി ഞാൻ പറഞ്ഞല്ല കണ്ട വലിച്ചു അവരെ വെച്ച് തിന്നലെന്ന്. അതൊന്നും അല്ല ചേട്ടാ, എനിക്കും വിശേഷമുണ്ട്. അയ്യോ എനിക്കും വിശേഷം, ചേച്ചിക്കും വിശേഷം, എനിക്കും വിശേഷം, ചേച്ചിക്കും വിശേഷം. ഹലോ ജയ, നീ എവിടെ വരെ എത്തി? തിരിച്ചു വേമോ വേറെ കിടക്കുന്ന സംഭവം വേമോ വന്നിട്ട് പറയാം. അതെ എനിക്കാണെങ്കിൽ മസാല ദോശ മേടിച്ചു തരുമോ? മോന് മസാല ദോശ മേടിച്ചു തരാലോ. അതെ എനിക്ക് പച്ചമാങ്ങ വേണേട്ടാ. പച്ചമാങ്ങ ഈ സമയത്ത് ഞാൻ എവിടുത്താണ് ഈ പച്ചമാങ്ങ മേടിച്ചോണ്ട്? പച്ചമാങ്ങ വേണം. പെട്ടെന്ന് വരാൻ പറഞ്ഞേ. അതെ എന്റെ ഭാര്യ ബിന്ദു ഗർഭിണിയാന്ന്. എടാ അത് നീ പറഞ്ഞല്ലോ, എന്നിട്ടല്ലേ ഞങ്ങൾ ഈ കുപ്പിയിൽ ഒരു ഒക്കെ മേടിക്കാൻ വേണ്ടി പോയത്. ഇതാ ബിന്ദു അല്ല, ഈ ബിന്ദു ഇതും ഗർഭിണിയായോ? പേര് ബാലൻ, കയ്യിലിരിപ്പ് ബാലങ്കതായത് എങ്ങനെ ഒപ്പിക്കുന്നതാ? ഞാനൊരു പൂ ദൈവത്തിനോട് ചോദിച്ചു, ദൈവം ഒരു പൂന്തോട്ടം തന്നു. പൂന്തോട്ടം തന്നോക്കൊള്ള വളവും വെള്ളവും ഒക്കെ കൃത്യമായിട്ട് ഇട്ടോണം കിട്ടും. നീ ഇപ്പൊ തന്നെ പേടിപ്പിക്കല്ലേന്ന്. തിരുമ്മി കൊടുക്കടാ. അയ്യോ എനിക്ക് തളർന്നല്ലേ. എനിക്ക് തളർന്നല്ലേ. ഞാനിപ്പോ വീഴും ചേട്ടാ. അയ്യോ ഏട്ടാ എനിക്ക് തളർന്ന്. അയ്യോ ചേട്ടൻ വീണേ. ചേട്ടാ എനിക്ക് 2-3 ജിലേബി വേണം ചേട്ടാ. ചേട്ടാ എനിക്ക് ഈന്തപ്പഴം വേണം ചേട്ടാ. ചേട്ടാ എനിക്കാണെങ്കിലേ കപ്പലിന്റെ മുട്ടായി വേണം. എനിക്ക് ചോക്കോബാർ വേണം ചേട്ടാ. ചേട്ടാ എനിക്കാണെങ്കിൽ ബോണ്ട വേണം. ബോണ്ട എനിക്ക് അണ്ടിപ്പരിപ്പ് എനിക്ക് അപ്പം വേണം ചേട്ടാ. ഒത്തിരി വേണം ചേട്ടാ. എനിക്ക് സാധാ ജ്യൂസ് വേണം ചേട്ടാ. ഇച്ചിരി സമാധാനമായോ? സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പിന്തുണമാടുന്നു ജീവിതം, അതു ജീവിതം. ബാലു നീ
എന്നാ ബ്രഹ്മാവ് കളിക്കുവാണോ? എന്റെ പൊന്നടാമേ, നീ ഇങ്ങനെ ചുമ്മാ നോക്കി നിന്നിട്ട് കാര്യമുണ്ടോ? ഇതിങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ടേ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി? നാളെ കൊണ്ടാവുന്ന ഓർത്തിരിക്കണേ. നാളെ കൊണ്ടുപോകാന്ന് ഓർത്തിരിക്കുന്നത്. എടാ ദേഹം അനങ്ങാതിരിക്കുന്നത് ഇവിടുമാരെ കൊണ്ട് എങ്ങനെ കൊണ്ടുപോകുന്ന അവിടുന്ന്? അത് കാരണം ഞാൻ നമ്മുടെ രാഘവമാവന്റെ മോനുണ്ടല്ലോ ഡോക്ടർ, അവിടെ ഇങ്ങോട്ട് ചെക്കപ്പിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോ ഉടനെ വരും. അത് കഴിഞ്ഞിട്ട് അവളുമാരെ ചെക്കപ്പ് ചെയ്താൽ മതി. എന്നിട്ട് വരുന്നു വേണ്ട. അമ്മാവാ ആയുഷ്മാൻ ബാബ കേട്ടോടാ, ഗുരുത്തം വേണം, ഗുരുത്തം. സുഖമായിട്ട് പോകുന്നു. നിന്റെ ഭാര്യമാരെ ഭാര്യമാരകത്തുണ്ട്. നീ പോയി ചെക്കപ്പ് ചെയ്തിട്ട് വാ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ പരിശോധിക്കുന്ന കണ്ട. ഇതാണ് ഉത്തരവാദിത്തം. ചൊക്കന് കുട്ടനാട്ടോ. അമ്മാവൻ ഉടനെ ഒന്നും പോവല്ലോ കേട്ടോ. അങ്ങനൊന്നും ഞാൻ ഉടനെ പോവുകയല്ലടാ മോനെ. അതല്ല ഉദ്ദേശിച്ചത്. ഇവിടെ തന്നെ തന്നെ ആക്കിയിട്ടിട്ട് പോവല്ലോ ഉദ്ദേശിച്ചത്. അയ്യോ, എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? എന്തെല്ലാം വിശേഷങ്ങളായിട്ട് ഇവിടെ കിടക്കുന്നത്. നിന്റെ അവളുടെ ഭാര്യയുടെ പ്രേരണ നിൽക്കണം, ആ കൊച്ചിന്റെ 28, കൊച്ചിന്റെ ചോറ് കൊടുപ്പ്, ആ കൊച്ചിന്റെ കല്യാണം, എന്തെല്ലാം കഴിഞ്ഞിട്ടല്ലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ പുക കണ്ടിട്ടാ പോവുള്ളൂ അല്ലേ? അല്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ലെന്ന് പറയായിരുന്നു. കൺഗ്രാചുലേഷൻ അമ്മാവ. ഇവന്റെ രണ്ടാമത്തെ ഭാര്യ ഗർഭിണിയാണ്. പക്ഷെ ആദ്യത്തെ ഭാര്യ ഗർഭിണിയല്ല. ഗർഭിണിയല്ലേ? അല്ല. അത് ശരി. എന്തോ നേരെ കാണിച്ചപ്പോ ഞങ്ങള് വീട്ടുകാരെല്ലാം നീ പൊട്ട കളിപ്പിക്കാറുമല്ലടി. എന്തിനു വേണ്ടിയാണിത് പറയടി? എന്തിനു വേണ്ടിയാണ് ഈ നാടകത്തെ? അതല്ല ഏട്ടാ, അവള് ഗർഭിണിയെന്ന് പറഞ്ഞപ്പോ ഏട്ടന്റെ സന്തോഷം, അവളോടുള്ള സ്നേഹവും പരിഗണനയും കണ്ടപ്പോ ഞാനും അറിയാതെ ആഗ്രഹിച്ചു പോയി. ആ സ്നേഹം എനിക്കും കൂടി വേണമെന്ന്. ഞാനൊരു പെണ്ണല്ലേ ഏട്ടാ, എന്നോട് ക്ഷമിക്ക്. എന്തോ മോളെ, അല്ലേലും അങ്ങനെ അമ്മയാകണത് പ്രസവിക്കണമെന്നൊന്നുമില്ല. ഇവിടെ പ്രസവിക്കും, നീ അപ്പൊ വീട്ടിൽ അവന്റെ അമ്മമാരും ആകും. ഞാനാണെങ്കിലേ പ്രസവിച്ച് ചേച്ചിക്ക് അങ്ങ് തരാം. ചേച്ചി അങ്ങ് വളർത്തിക്കോ. പിന്നെ എന്താ മോൻ ഇങ്ങോട്ട് വന്നേ? ഇത് പിടിച്ചേ. കൺമണിയിൽ കാത്തിരിക്കും കണിയിൽ കാരോ തളിരോ